റിപ്പോർട്ടർ ബ്രേക്കിംഗ് നമ്പർ 6. ഇന്നത്തെ 6ാമത്തെ ബ്രേക്കിംഗ് വാർത്തയിലേക്ക് നമ്മൾ കടക്കുന്നു. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ അഴിമതി കേസിൽ നിർണായക നീക്കവുമായി CBI. പദ്ധതിയുമായി ബന്ധപ്പെട്ട രേഖകൾ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെടാൻ തീരുമാനം. മുൻ LDF സർക്കാർ രേഖകൾ കൈമാറാത്ത സാഹചര്യത്തിലാണ് നടപടി. കേസിൽ M. ശിവശങ്കറിന്റെയും UV ജോസിന്റെയും പങ്ക് തെളിയിക്കുന്നതിന് രേഖകൾ നിർണായകമെന്നാണ് CBI വിലയിരുത്തുന്നത്. രേഖകൾ ലഭിച്ചാൽ ശിവശങ്കർ അടക്കമുള്ളവർക്കെതിരെ അനുബന്ധ കുറ്റപത്രം സമർപ്പിക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കുമെന്നറിയുന്നു. ശരണുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശരൺ, വെരി ഗുഡ് മോർണിംഗ് ശരൺ. LDF സർക്കാരിന്റെ കാലത്ത് അന്ന് വിജിലൻസിന്റെ കയ്യിലുണ്ടായിരുന്ന ഫയലുകളൊന്നും ഈ CBIക്ക് നൽകാത്തത് വലിയ വിവാദമായിരുന്നു. ഇപ്പോൾ സർക്കാർ മാറി, അതുകൊണ്ട് തന്നെ ഇനി CBI ആവശ്യപ്പെടുന്ന ഫയലുകൾ സ്വാഭാവികമായും UDF സർക്കാർ കൊടുക്കും എന്ന് തന്നെ വേണ്ടേ കരുതാൻ. മാത്രമല്ല, പരാതിക്കാരൻ കോൺഗ്രസുകാരനായ അനിലക്കരയാണ് താനും. അരുൺകുമാർ, അങ്ങനെ തന്നെ കരുതണമെന്നുള്ളതാണ്. എന്തായാലും ഈ വടക്കാഞ്ചേരി ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന്റെ പക്കലുള്ള ചില രേഖകൾ മാത്രമാണ് CBIക്ക് ലഭിച്ചിരുന്നത്. ഭൂരിഭാഗം രേഖകളും ലഭിക്കാത്ത സാഹചര്യമാണ് നിലനിന്നിരുന്നത്. അതിന് കാരണമെന്ന് പറയുന്നത്, കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ കാലത്ത് വിജിലൻസ് ഒരു റെയ്ഡ് നടത്തിയിരുന്നു. അങ്ങനെ റെയ്ഡ് നടത്തിക്കൊണ്ട് തന്നെ ഈ രേഖകളൊക്കെ പിടിച്ചെടുത്തിരുന്നു. അന്ന് ഈ CBI അന്വേഷണത്തെ തടസ്സപ്പെടുത്താൻ വേണ്ടിയാണ് വിജിലൻസ് ഇത്തരത്തിലൊരു നീക്കം നടത്തിയെന്നുള്ള വിമർശനമടക്കം ഉയരുകയും ചെയ്തിരുന്നതാണ്. അതിന് പിന്നാലെ പല തവണ CBI ഈ രേഖകൾ ആവശ്യപ്പെട്ട, അതായത് വിജിലൻസ് പിടിച്ചെടുത്ത രേഖകൾ ആവശ്യപ്പെട്ട പിണറായി സർക്കാരിന് കത്ത് നൽകിയിരുന്നതാണ്. എന്നാൽ പിണറായി സർക്കാർ അതിനോട് സഹകരിക്കാൻ തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് CBI പറയുന്നത്. ഇപ്പോൾ ഭരണം മാറിയിരിക്കുന്നു, UDF സർക്കാർ അധികാരത്തിൽ വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ രേഖകൾ ലഭിക്കുമെന്ന പ്രതീക്ഷയോട് കൂടിയാണ് പുതിയൊരു കത്ത് നൽകാൻ ഇപ്പോൾ CBI തീരുമാനിച്ചിരിക്കുന്നത്. ഈ ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ രേഖകളും വേണമെന്നുള്ളതാണ് CBI ആവശ്യപ്പെടാൻ ഒരുങ്ങുന്നത്. ഇതിനകത്ത് തന്നെ CBI കണ്ടെത്തിയിരിക്കുന്നത് ഈ ടെൻഡർ വിളിക്കാതെയാണ് യുണിടെക് എന്നുള്ള സ്ഥാപനത്തിന് ഈ നിർമ്മാണ കരാർ നൽകിയിരിക്കുന്നത്. അപ്പോൾ അതിന് പിന്നിൽ അഴിമതി നടന്നിട്ടുണ്ട്. ഒപ്പം തന്നെ ഇതിനായിട്ട് മുൻ മുഖ്യമന്ത്രിയായ പിണറായി വിജയന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന M. ശിവശങ്കറും ലൈഫ് മിഷന്റെ CEO ആയിരുന്ന UV ജോസും വഴിവിട്ട ഇടപെടലുകൾ നടത്തിയെന്നുള്ളൊരു നിഗമനത്തിൽ കൂടിയാണ് CBI ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇരുവരുടെയും ഈ കേസിലെ പങ്ക് തെളിയിക്കുന്നതിൽ ഈ രേഖകൾ നിർണായകമായി മാറുമെന്ന വിലയിരുത്തൽ കൂടിയാണ് CBI നടത്തുന്നത്. സ്വാഭാവികമായിട്ടും ഈ രേഖകൾ ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ തുടർ നടപടികൾ വേഗത്തിലാക്കാനുള്ള ശ്രമവും CBIയുടെ ഭാഗത്തു നിന്നുണ്ടാകും. നമുക്കറിയാം, ഇപ്പോൾ ആദ്യഘട്ട കുറ്റപത്രം മാത്രമാണ് സമർപ്പിച്ചിരിക്കുന്നത്. അതിൽ സ്വപ്ന സുരേഷ്, സന്തോഷ് ഈപ്പനടക്കം 6 പ്രതികൾ മാത്രമാണ് ഉള്ളത്. ഇതിൽ ഈ കേസിലെ 7ാം പ്രതിയാണ് M. ശിവശങ്കറിനെ ഉൾപ്പെടുത്തിയുള്ള അനുബന്ധ കുറ്റപത്രം സമർപ്പിക്കുന്നതിൽ ഈ രേഖകൾ നിർണായകം. അതായത് ഈ രേഖകൾ ലഭിച്ചു കഴിഞ്ഞാൽ അത് വേഗത്തിൽ തന്നെ ഉണ്ടാകുമെന്നുള്ള സൂചനയാണ് CBIയിൽ നിന്ന് ലഭിക്കുന്നത്. ഓക്കെ, താങ്ക് യു.